got the sun and the moon. In his hands, he's got the whole world in his hands. He's got the wind and the rain. In his hands, he's got the wind and the rain. In his hands, he's got the wind and the rain. In his hands, he's got the whole world in his hands. He's got you and me, brother. In his hands, he's got you and me, brother. In his hands, he's got you and me, brother. In his hands, he's got the whole world in his hands. He's got you and me, sister. In his hands, he's got you and me, sister. In his hands, he's got you and me, sister. In his hands, he's got the whole world in his hands. He's got the itsy witsy baby. In his hands, he's got the itsy witsy baby. In his hands, he's got the itsy witsy baby. In his hands, he's got the whole world in his hands. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാലോം ടെലിവിഷനും ജീസസ് യൂത്ത് കെയറോസ് ബഡ്സും ചേർന്നൊരുക്കുന്ന ലിറ്റിൽ ഹാർട്സിലേക്ക് സ്വാഗതം. നമ്മുടെ ആക്ഷൻ സോങ് ഒക്കെ അടിപൊളിയായിരുന്നു അല്ലേ? എങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലോട്ട് പോയാലോ? എന്താണ് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ്? യെസ്, കെയറോസ് ബഡ്സ് കിഡ്സ് വൈബ്സ്. ഈ മാങ്ങ ഉണ്ടോ അതുപോലെ മറ്റേ മൂന്നെണ്ണം എടുക്കാം. അല്ല അതായിരുന്നു ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂന്നെണ്ണം എടുത്തത്. എടാ നീ കേറ്. എടാ നീ ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. പെട്ടെന്ന് കേറാ. പെട്ടെന്ന് കേറിട്ടാ പറ്റില്ല. എന്താ എടാ അത് നടക്കത്തില്ലടാ, എന്നെ കൊണ്ട് നടക്കത്തില്ല. നീ കേറി നോക്ക്. ഞാൻ നോക്കട്ടെ. ഇത് നടപടിയാവുന്ന കേസല്ല. വീഴും. എന്റെ പൊന്നു കല്ലെടുക്കറിയാം. ഇവിടെ പറ്റ കല്ലൊന്നുമില്ല. എടാ കല്ലിട്ടാ കക്കാൻ വരുമ്പോ തോട്ടി കൊണ്ടുവരണേ. കല്ലുണ്ടോ നോക്കടാ. ഓ ജസ്റ്റിസ്. കല്ല് 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 പോയില്ലേ നോക്ക്. അങ്ങോട്ട് പോകണ്ട. നിങ്ങളെന്താ ഓടി പോകുന്നത്? എന്താ അങ്ങോട്ട് പോകണ്ട. എന്താണ്? എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്ത് പറ്റി? ഞങ്ങളെ മറ്റേ മാവിൽ കയറാൻ നോക്കി. അപ്പൊ അങ്കിള് വേറെ അങ്കിൾ അവിടെ നിന്ന്. ഏത് മാവില്? ഇവിടെയോ? അത് ശരി. എന്നിട്ട് എന്ത് പറ്റി? നിങ്ങൾ അടുത്ത് വന്നേ ചോദിക്കട്ടെ. വേറൊരു അങ്കിള് വന്ന് ഞങ്ങളെ വഴുക്ക് പറഞ്ഞപ്പോ ഞങ്ങൾ ഓടിച്ചു. പേടിച്ചു പോയി. ഞങ്ങൾ ഓടിച്ചു. നിങ്ങൾ എന്തിനാ വേറെ വല്ലവരുടെയും പറമ്പിൽ മാങ്ങയൊക്കെ തോണ്ടാൻ പോണ എന്തിനാ? ഇതിനോട്ടൊന്നൊരു ആഗ്രഹം വന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും ചേട്ടൻ നിങ്ങൾ വല്ലതും ചെയ്തോ? ഓടിച്ചിട്ട് തട്ടി വീഴാൻ തന്ന ഇതൊക്കെ കണ്ടില്ലേ, കല്ലൊക്കെ കണ്ടില്ലേ? എടാ ആ ചേട്ടനോട് നിങ്ങൾക്ക് ചോദിച്ചാൽ പോരായിരുന്നോ? മാങ്ങ നീ ചോദിച്ചു കഴിഞ്ഞാൽ തരില്ലേ? ഈ വല്ലവരുടെയും ഈ സാധനങ്ങളൊക്കെ നമ്മൾ എന്തിനാ എടുക്കാൻ പോണത്? എടാ അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുന്ന് പഠിച്ചിട്ടില്ലേ നിങ്ങൾ? പിന്നെ എന്തിനാണ് അത് ചോദിച്ചു വെച്ചെങ്കിൽ ആ ചേട്ടൻ തന്നാനല്ലോ ഇല്ലേ? പിന്നെ ഇതെന്താ പ്രശ്നമെന്ന് അറിയാമോ? വലുതായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് അടിച്ചുകൊണ്ട് മാറ്റാൻ തോന്നും. അത് പിന്നീട് പ്രശ്നവും. ഞാൻ ഓർക്കണ്ട് പണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആശ്രമത്തിൽ കുർബാനയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ പള്ളി കോമ്പൗണ്ടിൽ അവിടെ തോട്ടത്തിൽ നിന്ന പൂവിൻ്റെ മൂത്ത വിത്തുകളില്ലേ, പോണ വഴിക്ക് വെറുതെ ഇങ്ങനെ രണ്ട് കഷ്ണം ഇങ്ങനെ പറിച്ചെടുത്തുകൊണ്ട് പോകുന്നതാ. എന്നെ സുപ്പീരിയർ അച്ഛൻ പുറകിൽ വിളിച്ചു. എന്നിട്ട് നല്ല വഴക്കായിരുന്നു. നീ ആരോട് വെച്ചിട്ടാണ് ഇത് പറിച്ചത്? നീ ആരോടെങ്കിലും ചോദിച്ചായിരുന്നു? വീട്ടിൽ കാരണവന്മാർ പഠിപ്പിച്ചുകൊണ്ടതിൻ്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇനി മേലെ ഇതുവരെ ചോദിക്കാണ്ട് ഒന്ന് എടുത്തുകൊണ്ട് പോരുതെന്ന്
നിങ്ങളുടെയൊക്കെ പ്രായത്തിലാണ് ഞാനത് ചെയ്തത്. ഇപ്പോൾ പോലും ഞാനത് ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി മേലാലേ വേറെ ഒരാളുടെ സാധനങ്ങൾ നമ്മൾ ചോദിക്കാതെ എടുക്കരുത്. അത് കട്ടെടുക്കണതിന് തുല്യമാണ്, മോഷ്ടിക്കണതിന് തുല്യമാണ്. ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടാ. എന്തുണ്ടെങ്കിലും പോയി ചോദിച്ചോ, അവർ നമുക്ക് തരില്ലേ. നേരെ കിടക്കുന്ന കാര്യമല്ലേ, ചോദിച്ചു വാങ്ങിക്കുക കേട്ടാ. ഒന്നും ഇത് മാങ്ങയിൽ കല്ലെറിയാനോ വേറെ ഒന്നും അപകടം പറ്റും. എന്തൊക്കെ മലയാടി ഓടുന്നു, ആക്സിഡന്റ് ഉണ്ടാവുന്നു, അടി കിട്ടുന്നു, ഇടി കിട്ടുന്നു, ഹോസ്പിറ്റലാവുന്നു, എന്തൊക്കെ പ്രശ്നങ്ങളാ. ഒന്നും ഉണ്ടാകരുത് അങ്ങനെ. എന്തുണ്ടെങ്കിലും ചോദിച്ചോ, ആരോട് വേണമെങ്കിലും ചോദിച്ചോ. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മേലെ ഇത് ആവർത്തിക്കരുത് കേട്ടോ. ഓക്കെ, ഡൺ. ഓക്കെ, നമ്മുടെ കിഡ്സ് വൈബ്സ് ഒക്കെ അടിപൊളിയാണല്ലേ. ഓരോ കിഡ്സ് വൈബ്സിലും ഓരോ മെസ്സേജ് ഉണ്ട്. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? എന്താ നമ്മുടെ അടുത്ത സെഗ്മെന്റ്? യെസ്, ക്രാഫ്റ്റ് സിറ്റി. സോ ലെറ്റ്സ് വാച്ച് കെയറോസ് ബഡ്സ് ക്രാഫ്റ്റ് സിറ്റി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് സിറ്റി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ പേപ്പറും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബട്ടർഫ്ലൈ ആണ്. അതിനുവേണ്ടി ഫസ്റ്റ്ലി ഞാൻ 2 A4 സൈസ് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ബ്ലൂവും വൈറ്റും, ഫെവിക്കോൾ, സിസേഴ്സ്, സ്കെയിൽ, അതുപോലെ ഗോൾഡൻ കളറ് കമ്പി, പെൻസിൽ ആൻഡ് കോമ്പസ്, ഗ്ലൂ ഗൺ. ഫസ്റ്റ്ലി ഞാൻ ഈ ബ്ലൂ പേപ്പർ എടുത്തിട്ട് ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുവാണ്. അടുത്തതായിട്ട് ഞാൻ ഈ കോമ്പസ് എടുത്തിട്ട് 5 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിൽ ഒരു സർക്കിൾ വരയ്ക്കാൻ പോവാണ്. ഫൈവ് സെൻറ്റിമീറ്റർ റേഡിയസ്. ഇനി ഞാനിത് ഈ സർക്കിൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഒരേപോലത്തെ 2 സർക്കിൾസ് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാനിത് ഫസ്റ്റ്ലി ഹാഫായിട്ട് ഫോൾഡ് ചെയ്തത്. നെക്സ്റ്റ്ലി വൈറ്റ് പേപ്പർ എടുക്കണം. സെയിം അതേപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യണം. ഇപ്പം ഞാൻ കോമ്പസിൻ്റെ മെഷർമെൻറ്റ് 2.5 സെൻറ്റിമീറ്റേഴ്സാണ് എടുക്കാൻ പോകുന്നത്. വൈറ്റ് സർക്കിൾസും നമുക്ക് അതേപോലെ 2 എണ്ണം വേണം. അടുത്തതായിട്ട് ഓരോ ബ്ലൂവും ഓരോ വൈറ്റും എടുത്തിട്ട് നമ്മൾ ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്യാൻ പോവാം. ബ്ലൂവിൻ്റെ നടുക്കായിട്ട് വൈറ്റ് സ്റ്റിക്ക് ചെയ്യണം. ഓൾമോസ്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ അടുത്ത പീസും സ്റ്റിക്ക് ചെയ്യണം. ഇനി നമ്മൾ ഈ ഓരോ പേപ്പേഴ്സും എടുത്തിട്ട് സിക്സാഗ് ആയിട്ട് ഫോൾഡ് ചെയ്യണം. ആദ്യം ഫ്രണ്ടിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഓൾമോസ്റ്റ് സെയിം ഡിസ്റ്റൻസിൽ ബാക്കിലോട്ട്. മാക്സിമം ഈ സെയിം വിഡ്ത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം.
നമ്മളിപ്പോൾ ഒരു പീസ് സിക്സാഗ് ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ അടുത്ത പീസും ഫോൾഡ് ചെയ്യണം. നേരത്തെ ഫോൾഡ് ചെയ്തതിൻ്റെ സെയിം വിഡ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. എനിക്ക് ബ്ലൂ ആൻഡ് വൈറ്റ് ബട്ടർഫ്ലൈസിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കളേഴ്സ് ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഈ 2 പീസും നമ്മൾ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യണം. ഓൾമോസ്റ്റ് എക്സാക്ട്ലി ഹാഫായിട്ട് ഫോൾഡ് ചെയ്യണം. ഈ ഒരെണ്ണം കുറച്ച് വലുതായാലും കുഴപ്പമില്ല. അടുത്തതായിട്ട് ഈ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് സ്റ്റിക്ക് ചെയ്ത് ഒരുമിച്ച് വെക്കണം. ഒരു പീസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ അടുത്ത പീസും സെൻറ്ററിൽ നിന്ന് സ്റ്റിക്ക് ചെയ്യണം. ഞാനിവിടെ ഗ്ലൂ ഗൺ വെച്ചാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അതാകുമ്പോൾ വളരെ എളുപ്പത്തിൽ ഒട്ടിക്കിട്ടും. നമുക്കിനി ഈ 2 പീസസ് അസംബിൾ ചെയ്യാനാണുള്ളത്. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, നമ്മുടെ മേളിലത്തെ ഈ പീസസാണ് കുറച്ചുകൂടെ വലുതായിട്ട് ഞാൻ ഫോൾഡ് ചെയ്തേക്കുന്നത്, അടിയിലത്തെ കുറച്ചുകൂടെ ചെറുതാണ്. ഇനി അടിയിലത്തെ 2 പീസസ് ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്യണം. അതിന് മുമ്പ് ഇത് നല്ലപോലെ വിടർത്തി കൊടുക്കണം. വിങ്സ് നല്ലപോലെ വിടർത്തിയതിന് ശേഷമാണ് നമ്മളത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് ഞാൻ ഈ ഗോൾഡൻ കളർ കമ്പി എടുത്ത് ഒരേ ലെങ്ത്തിൽ കട്ട് ചെയ്യുവാണ്. ഇത് ബട്ടർഫ്ലൈയുടെ തലയുടെ മേളിൽ വരുന്ന ചെറിയ കൊമ്പ് പോലത്തെ സംഭവം വെക്കാനാണ്. ഇതെടുത്തിട്ട് ഇതിൻ്റെ ഒരു എൻഡ് എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് ആക്കണം. അതേപോലെ തന്നെ മറ്റേത് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വേണം ട്വിസ്റ്റ് ചെയ്യാൻ. ഇത് രണ്ടും നമുക്ക് ഓരോ വിങ്സിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗ്ലൂ ഗൺ വെച്ചാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ സൈഡിലെ വിങ്സിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ്ലി നമുക്ക് ഈ 2 വിങ്സ് ഒരുമിച്ച് അറ്റാച്ച് ചെയ്യണം. കുറച്ചുകൂടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം. മേളത്തെ 2 വിങ്സ് ഇനി നല്ല രീതിക്ക് വിടർത്തി കൊടുക്കാം. അതിനനുസരിച്ച് നമുക്ക് ഈ കമ്പിയും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. So that is it. Our paper butterfly is ready. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്രാഫ്റ്റ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച ക്രാഫ്റ്റ് സിറ്റിയിൽ വീണ്ടും കാണാം. Till then, bye bye. നമ്മുടെ ക്രാഫ്റ്റ് സിറ്റി ഒക്കെ അടിപൊളിയാണല്ലേ. എന്തോരം ക്രിയേറ്റീവ് ഐഡിയാസാണ് ചേച്ചിക്കുള്ളത്. എന്നാൽ എല്ലാം നല്ല സിമ്പിളാണ്. നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും കട്ട വെയിറ്റിങ്ങിലായിരിക്കും. എങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയുള്ള സെഗ്മെന്റിലോട്ട് പോവാം. എന്താണ് അവരുടെ സെഗ്മെന്റ്? ലെറ്റ്സ് സോൾവ് ദ പസിൽ. ഇത്തവണ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് നമ്മുടെ ചേട്ടന്മാരുടെ ചേച്ചിമാരുടെ സംശയം. നമ്മുടെ ലൈഫിൽ കുറേ റൂൾസ് ഉണ്ടല്ലേ.
ഇതൊക്കെ എന്തിനാ പാലിക്കുന്നത്, ഇതൊക്കെ എന്തിനാന്നുള്ളതാണ് നമ്മുടെ ചേട്ടന്മാരുടെ ചേച്ചിമാരുടെ സംശയം. അപ്പോൾ നമുക്ക് അവരുടെ സംശയങ്ങൾ എന്താണെന്ന് നോക്കിയാലോ? ഞാനാണെങ്കിലേ ഇൻസ്റ്റയിൽ ഒരു പേജിൽ പുതിയ റെസ്റ്റോറന്റ് ഇത് കണ്ട് നമുക്ക് അവിടെ പോകണ്ടേ, ചായ കുടിക്കാൻ പോകണ്ടേ? അതേതാ? നമ്മുടെ തൃശ്ശൂര് ആ റൗണ്ടിലാണെങ്കിൽ ഒരു കട. ഞാനും കണ്ടിരുന്നു. നമുക്കെന്നാ നാളെ പോയാലോ? നാളെ നമുക്ക് പറ്റില്ല, നമുക്കാണെങ്കിൽ ഞായറാഴ്ച പോയാലോ? അയ്യോ, ഞായറാഴ്ച എനിക്കും പറ്റില്ലല്ലോ, എനിക്കൊരു എക്സാം ഉണ്ട്. എക്സാം കഴിഞ്ഞിട്ട് എത്താൻ പറ്റും നമുക്ക്? ഞാനൊരു 4:30 ആവുമ്പോ. എപ്പോഴാ തീരെ എക്സാം? ഒരു 3:30 ആവുമ്പോ തീരും. 3:30 ആവുമ്പോ തീരുമ്പോ 4:30 ആവുമ്പോ ഞാൻ അവിടെ എത്തിയാ പോലെ. ഞാനപ്പോ അവിടെ എത്തിയിട്ട് നിന്നെ കോൾ ചെയ്യാം. വിളിച്ചിട്ട് നമുക്കാണെങ്കിൽ നമുക്കത് നടക്കാം, കൊറേ കറങ്ങിയിട്ട് നമുക്കാണെങ്കിൽ ചായ കുടിക്കാൻ പോകാം. എന്നിട്ട് ചായ കുടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചായ എന്തായാലും. എടാ, നീ എവിടെ പോവാ? എന്ത് പ്രശ്നം? പോലീസ് പിടിച്ചു. പോലീസാ? എന്തിന്? ഞാൻ ഹെൽമെറ്റ് വെക്കാണ്ട് വണ്ടി ഓടിക്കുമ്പോ പോലീസ് എന്നെ പിടിച്ചു. ഹെൽമെറ്റ് വെക്കാണ്ട് നീ പോയി? ഞാൻ ഇവിടെ വരെ പോയതാ, പക്ഷെ എന്റെ ഒരു കഷ്ടകാലത്തിന് പോലീസ് പിടിച്ചു. ഇവിടം വരെ പോണേ നീ ഹെൽമെറ്റ് വെക്കണ്ടേ? കുറച്ച് ദൂരം ഞാൻ. നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയില്ലേ ഹെൽമെറ്റ്? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, എന്നിട്ട് പോലീസുകാരെ നോക്കണോക്കെ ഇക്കണ്ട ആൾക്കാരോട് വണ്ടി പിടിച്ച് നടക്കണില്ലേ? നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയില്ലേ റൂൾസ് ഒക്കെ? ആക്സിഡന്റ് എങ്ങനെ ആയാലോ? എന്നാലും ശരി, കുറച്ച് ദൂരം വരെ പോണേന്. ഇതെന്താ 3 കൂടി ഉണ്ടല്ല? എന്താ പരിപാടി? ഇവനെ പോലീസ് പിടിച്ചു. എന്തുപറ്റിടാ? അത് ഹെൽമെറ്റ് വെക്കാത്തേ പോലീസ് പിടിച്ചെന്നേ. വണ്ടിയിൽ ഉണ്ടായിരുന്നില്ലേ? ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ലേ? ഞാൻ എടുത്തില്ല. ഈ ഒരു കുറച്ച് ദൂരം പോണേ ഞാൻ ഇപ്പൊ ഹെൽമെറ്റ് എടുക്കണേ. അല്ല, അതല്ല, നമ്മൾ ഹെൽമെറ്റ് വെക്കാന്ന് പറഞ്ഞ ഒരു നിയമല്ലേ, അത് അനുസരിക്കണ്ടേ? എന്താണ് ഈ നിയമൊക്കെ? അല്ല, നിയമം എന്തൊക്കെയാന്നുള്ളൊരു ചോദ്യം, അത് ശരിയാണ് നീ ചോദിച്ചത്. എന്താ നിയമമൊക്കെ? നമ്മൾ കേട്ടില്ലേ ഈ സമൂഹത്തിൽ അക്രമം വർദ്ധിച്ചു എന്നൊക്കെ കേട്ടില്ലേ? എന്താ അക്രമം? ക്രമമില്ലാത്തൊരവസ്ഥേനെയാണ് നമ്മൾ അക്രമം എന്ന് പറയാം. അപ്പോൾ സമൂഹത്തിൽ ക്രമമില്ലാതാവുന്നത് എപ്പോഴാണ്? നിയമങ്ങൾ മനുഷ്യർ പാലിക്കാതിരിക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാ നിയമങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നത് സമൂഹത്തിലൊരു ക്രമം ഉണ്ടാകാനായിട്ടാണ്. അപ്പം എല്ലാ പൗരന്മാരും നിയമം പാലിക്കുമ്പോൾ സമൂഹത്തിലൊരു ഡിസിപ്ലിൻ ഉണ്ടാവും, ഈ അക്രമങ്ങളെല്ലാം കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഹെൽമെറ്റ്. മാത്രമല്ല, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്ററിന് സ്പീഡിൽ കൂടെ പോകാനായിട്ട് പാടില്ല, മറ്റുള്ളവരെ ശല്യപ്പെടുത്താൻ പാടില്ല. ഇങ്ങനെയുള്ള എല്ലാ നിയമങ്ങളും നമുക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഒരുത്തൻ്റെ നന്മയ്ക്കും കൂടിയിട്ടാണ്. അപ്പോൾ നിയമങ്ങളെല്ലാം അനുസരിക്കുക, അതിനെ ബഹുമാനിക്കുക. ഞാൻ പറയാം, അനുസരിക്കുക എന്നുള്ളതല്ല ശരിക്കും പറയേണ്ടത്, നിയമത്തെ നമ്മൾ ബഹുമാനിക്കണം. നമ്മൾ പോലീസുകാരെ കണ്ടിട്ടില്ലേ? പോലീസുകാരെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? എന്തിനു പേടിക്കണേ? അല്ല, ശരിക്കും നമ്മൾ നോക്കൂ, പോലീസ് അവിടെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പോലീസ് നിൽക്കുന്നത് അവിടെ നിയമങ്ങൾ പാലിച്ചും മറ്റു മനുഷ്യരും മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണമെന്ന് അറിയാനാണ്. അവരവിടെ നിൽക്കുന്നതുകൊണ്ടല്ലേ പലപ്പോഴും ഡിസിപ്ലിനായിട്ട് മനുഷ്യർ പോകുന്നത്. അവരവിടെ ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അവരില്ലെങ്കിൽ തോന്നിയോണം വണ്ടി ഓടിക്കുന്നു, തോന്നിയോണം ആൾക്കാർ പെരുമാറുന്നു. അപ്പോൾ ശരിക്കും പോലീസ് എന്ന് പറയുന്ന ആളെ നമ്മൾ ഭയപ്പെടേണ്ട ആൾക്കാരല്ല, അവരെ ബഹുമാനിക്കണം. അവരെത്ര മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്, എത്രയോ സമയമാണ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഒരിക്കലും ഇങ്ങനെയുള്ള നിയമങ്ങളെ അല്ലെങ്കിൽ നിയമങ്ങൾ പരിപാലിക്കുന്നവരെ നമ്മൾ ഭയക്കുകയല്ല വേണ്ടത്, നമ്മൾ അവരെ ബഹുമാനിക്കണം. എല്ലാ നിയമങ്ങളും നമ്മൾ ബഹുമാനിക്കണം കേട്ടോ. മനസ്സിലായിട്ടോ എനിക്ക്? അല്ല, ഞാൻ കാര്യം ചോദിക്കട്ടെ, ആരാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കണേ? നല്ല ചോദ്യം. ആരും നിയമങ്ങൾ ഉണ്ടാക്കണേ? നിനക്ക് എന്താ തോന്നേ? മനുഷ്യന്മാര്. നിനക്ക് എന്താ തോന്നുന്നു? നിനക്ക് എന്താ തോന്നുന്നു നിയമം ഉണ്ടാക്കണത്? തീർച്ചയായിട്ടും മനുഷ്യന്മാരൊക്കെ തന്നെ. മനുഷ്യന്മാർ അതൊരു ജനറൽ വാക്കല്ലേ. മനുഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങൾ നമ്മൾ പറയാം 2-3 തരത്തിലാണ് നിയമം ഉണ്ടാകുന്നത്. ഒന്നാമത്തെ നിയമം ഉണ്ടാകുന്നത് എവിടെയാണെന്നറിയാം? നിയമങ്ങൾ ഉണ്ടാകുന്നത് ഒന്നിലെ പാർലമെൻറ്റിൽ. ഇന്ത്യക്ക് വേണ്ടിയുള്ള നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് പാർലമെൻറ്റിലായിരിക്കും. അല്ലെങ്കിൽ എന്താ, കേരളത്തിൽ നിയമം ഉണ്ടാകണമെന്ന് വെച്ചാൽ എവിടെയാണ്? കേരളത്തിൻ്റെ അസംബ്ലിയിൽ. അപ്പോൾ നമ്മളെല്ലാം MP-മാരെയും MLA-മാരെയും ഒക്കെ ജയിപ്പിച്ച് വിടുന്നല്ലോ. അവരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താ? അവരെല്ലാവരും അവിടെ അസംബ്ലി കൂടിയും കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പാർലമെൻറ്റിൽ കൂടിയും കഴിഞ്ഞിട്ട് അവരെന്തൊരു രാജ്യത്തിന് വേണ്ടുന്ന നിയമങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിയമങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ ഈ കാണുന്ന എല്ലാ നിയമങ്ങളും വന്നിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ഈ ലെജിസ്ലേഷനാണ്. പാർലമെൻറ്റിലോ അല്ലെങ്കിൽ എവിടെ അസംബ്ലിയിലോ ആണ് വരുന്നത്. അതാണ് പ്രധാനപ്പെട്ട. രണ്ടാമത്തെ സ്ഥലമുണ്ട്, അറിയാമോ? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. രണ്ടാമത് നിയമം വരുന്നൊരു സാഹചര്യം നമ്മുടെ കോടതികളുടെ ജഡ്ജ്മെൻറ്റാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവും. ഹൈക്കോടതിയിൽ ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ അത് കേരളത്തിലെ എല്ലാവർക്കും ബാധകമാണ്. അല്ലെങ്കിൽ സുപ്രീം കോടതി ഒരു നിയമം ഉണ്ടായിരിക്കും. ആ സുപ്രീം കോടതിയുടെ നിയമം വരുമ്പോൾ, അല്ലെങ്കിൽ നിയമമല്ല, ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവും.
അപ്പോൾ ആ ജഡ്ജ്മെൻറ്റ് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും അനുസരിക്കണം. അപ്പോൾ പ്രധാനമായിട്ടും മറ്റൊരു നിയമം വരുന്ന വഴി എന്ന് പറയുന്നത് കോടതികളുടെ ജഡ്ജ്മെൻറ്റാണ്. കോടതികൾ ഒരു കാര്യത്തെ പരിശോധിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഒരു വിധിന്യായം പറയും. ആ വിധിന്യായത്തിൽ ചിലപ്പോൾ ഒരു പുതിയ നിയമം ഉണ്ടായിരിക്കും. ഇപ്പോൾ പബ്ലിക് പ്ലേസിൽ സിഗരറ്റ് വലിക്കരുത്, അല്ലെങ്കിൽ മാംസ വിൽപ്പന നമ്മൾ ആൾക്കാർ കാണലേ നടത്തരുതെന്നൊക്കെയാണ്. അതൊക്കെ വന്നിരിക്കുന്നത് കോടതി നിയമങ്ങളിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കണ്ടിട്ടില്ലേ? ആ ടൂറിസ്റ്റ് ബസ്സുകളിൽ ഇപ്പോൾ ഒരേ കളറല്ലേ, നേരത്തെ പല കളറായിരുന്നു. അപ്പോൾ ഒരു കോടതി വിധിയാണ് അങ്ങനെ വന്നത്, എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും ഒരുപോലെ വരണം. അതങ്ങനെ നിയമത്തിലുണ്ട്. ആ റൂൾസ് കോടതി പ്രാബല്യത്തിലാക്കാനായിട്ട് ഉത്തരവിടുക. അപ്പോൾ നിയമങ്ങൾ രണ്ടാമത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. മൂന്നാമത് നിയമങ്ങൾ വരുന്നത് ഈ കസ്റ്റംസ് എന്ന് പറയും. കസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഒക്കെ നിയമങ്ങളാണ്. ഇപ്പം നിങ്ങൾ ചില കല്യാണങ്ങൾക്ക് നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അറിയാം, കല്യാണങ്ങൾ ബ്രാഹ്മണന്മാർ അല്ലെങ്കിൽ അങ്ങനത്തെ ചില കല്യാണങ്ങളിൽ എന്തുണ്ടാവുക, ഒരു തീക്കൊണ്ടൊക്കെ ഉണ്ടാവും, അഗ്നി എന്ന് പറയും. അതിന് ചുറ്റും വലം വെക്കണം, സപ്തതി വെക്കണം എന്ന് പറയും. അപ്പം ഇത്രയും പ്രാവശ്യം വലം വെച്ചാലാണ് ആ വിവാഹം സാധുവാകുള്ളൂ. അതുപോലെ നമ്മൾ കല്യാണത്തിന് ചിലപ്പോൾ മാലയൊക്കെ ഇടും ഇല്ലേ? ഈ ഹൈന്ദവ കല്യാണത്തിനൊക്കെ മാല ഇടുന്നത് കണ്ടത്. ആ മാലയിടൽ എന്ന് പറയുന്നത് വെറുതെ രസത്തിന് വേണ്ടി ഇടുന്നതല്ല. മാലയിടൽ എന്ന് പറയുന്നത് ഒരു നിയമമാണ്. ആ മാല ഇട്ടില്ലെങ്കിൽ അത് ഒരിക്കലും ആ വിവാഹം സാധൂകരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നിയമങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരുണ്ടാക്കുന്നതാണ്. പക്ഷേ ചില ബോഡികൾ, നമ്മൾ തിരഞ്ഞെടുത്ത ആൾക്കാർ നമുക്ക് വേണ്ടി നിയമം ഉണ്ടാക്കുന്നു. കോടതികൾ ആ നിയമത്തെ വ്യാഖ്യാനിക്കുന്നു. പിന്നെ അതിനോടനുബന്ധമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ചില ആചാര അനുഷ്ഠാനങ്ങളും നമുക്ക് നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വല്ല മനസ്സിലായ? അപ്പോൾ ഇതാണ് കേട്ടാ. നിയമത്തെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. നിയമത്തെ ബഹുമാനിക്കണം. ഭയപ്പെടല്ല വേണ്ടേ, നിയമം നടപ്പിലാക്കുന്നവരെ ഭയപ്പെടല്ല വേണ്ടേ, അവരെ ബഹുമാനിക്കണം. അപ്പോൾ നിയമങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. ആരാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്? നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ, നമ്മളുടെ കോടതികൾ, കാലങ്ങളായിട്ട് ഇവിടെ തുടർന്ന ചില ആചാരങ്ങൾ, അങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, താങ്ക് യു. നമ്മുടെ ചേട്ടന്മാരുടെ ചേച്ചിമാരുടെ സംശയത്തിനൊക്കെ അഡ്വക്കേറ്റ് ജോൺസൺ അങ്കിൾ ഉത്തരം കൊടുത്തല്ലേ? അപ്പോൾ അവരുടെ സംശയമൊക്കെ ഇനി അടുത്ത ആഴ്ച ഷാലോം ടെലിവിഷനും ജീസസ് യൂത്ത് കെയ്റോസ് ബഡ്സും ചേർന്നൊരുക്കുന്ന ലിറ്റിൽ ഹാർട്ട്സ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച കാണാം. ബൈ. He's got the whole world in his hands. He's got the whole wide world in his hands. He's got the whole world.